സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വാൽപ്പാറയിലേക്കുള്ള യാത്ര സുന്ദരമാണ്, എന്നാൽ അത്രമേൽ അപകടം ഒളിപ്പിച്ചു വെച്ചതുമാണ്. ആളിയാർ വാൽപ്പാറ റൂട്ടിലെ 14 വളവുകൾ അത്യന്തം അപകടം നിറഞ്ഞതാണെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. പരിചയസമ്പന്നരായ ഡ്രൈവർമാർ പോലും നിയന്ത്രണം നഷ്ടപ്പെട്ട അപകടത്തിൽപ്പെടുന്ന ഈ പാതയിൽ ചെറിയൊരു പിഴവ് പോലും വലിയ ദുരന്തത്തിലേക്കാണ് നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിൽ 9 ജീവനുകൾ പൊലിഞ്ഞപ്പോൾ ഡ്രൈവിംഗിലെ അശ്രദ്ധയാണോ അതോ സാങ്കേതിക തകരാറാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ചുരമിറങ്ങുമ്പോൾ പാലിക്കേണ്ട പ്രാഥമിക പാഠങ്ങൾ മറന്നതാണ് പല അപകടങ്ങൾക്കും കാരണമെന്ന് അനുഭവസമ്പന്നരായ ഡ്രൈവർമാർ ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യേകിച്ച് ഇറക്കമിറങ്ങുമ്പോൾ ഗിയർ മാറ്റാതെ ബ്രേക്ക് മാത്രം ഉപയോഗിക്കുന്നത് വലിയ ചതിക്കുഴിയാണ്. എഞ്ചിന്റെ പിടുത്തം വേഗത കുറയ്ക്കും. ചുരമിറങ്ങുമ്പോൾ പാലിക്കേണ്ട ഏറ്റവും പ്രധാന നിയമം ഏത് ഗിയറിലാണോ ചുരം കയറിയത് അതേ ഗിയറിൽ തന്നെ ഇറങ്ങുക എന്നതാണ്. ഉയർന്ന ഗിയറിൽ വാഹനം താഴേക്കിറങ്ങുമ്പോൾ എഞ്ചിന്റെ നിയന്ത്രണം കുറയുകയും വേഗത വർദ്ധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചെറിയ ഗിയറിലാണ് വാഹനം ഇറങ്ങുന്നതെങ്കിൽ എഞ്ചിൻ വാഹനത്തിന് ഒരു പിടുത്തം സമ്മാനിക്കും. ഇത് വാഹനത്തിന്റെ വേഗത സ്വാഭാവികമായി കുറയ്ക്കാൻ സഹായിക്കുന്നു. ചെറിയ ഗിയറിൽ ഇറങ്ങുന്നത് വഴി എയർ ബ്രേക്ക് സിലിണ്ടറിലെ എയറിന്റെ അളവ് കൃത്യമായി നിലനിർത്താനും സാധിക്കും. ഉയർന്ന ഗിയറിൽ എയർ ബ്രേക്കിന്റെ പ്രവർത്തനം ദുർബലമാകാൻ സാധ്യതയേറെയാണ്. ബ്രേക്ക് ലൈനറുകൾ ചതിക്കുമ്പോൾ തുടർച്ചയായി ബ്രേക്ക് ഉപയോഗിക്കുന്നത് ബ്രേക്ക് ഡ്രം അമിതമായി ചൂടാകാൻ കാരണമാകും. ഇതോടെ ബ്രേക്ക് ലൈനറുകൾ ഹാർഡാവുകയും പിന്നീട് ബ്രേക്ക് പിടിക്കാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. വാൽപ്പാറ പാതയിൽ പലപ്പോഴും ബ്രേക്ക് ലൈനറുകൾ കരിഞ്ഞ് പുക ഉയരുന്നത് വാഹനം വഴിയിൽ കുടുങ്ങുന്നതും പതിവാണ്. ബ്രേക്കിനെ മാത്രം ആശ്രയിക്കാതെ എഞ്ചിൻ ബ്രേക്കിംഗ് ഉപയോഗിച്ചിരുന്നെങ്കിൽ പല ദുരന്തങ്ങളും ഒഴിവാക്കാമായിരുന്നുവെന്ന് KSRTC ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു. മരണത്തിന്റെ ചതിക്കുഴി അപകടം സംഭവിച്ച 13ാം ഹെയർപിൻ വളവ് ഈ റൂട്ടിലെ ഏറ്റവും ഇടുങ്ങിയ ഒന്നാണ്. മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അതീവ ശ്രദ്ധയോടെ വാഹനം തിരിച്ചില്ലെങ്കിൽ നിയന്ത്രണം വിടാൻ സാധ്യതയുണ്ട്. 4 മുതൽ 13 വരെയുള്ള വളവുകൾക്കിടയിൽ വാഹനങ്ങൾ അമിത വേഗത്തിൽ പോകുന്നത് പതിവാണെന്ന് പോലീസ് പറയുന്നു. എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ അറിയിക്കാൻ സ്ഥാപിച്ച സെൻസർ ലൈറ്റുകൾ മിക്കതും പ്രവർത്തനരഹിതമായതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. വാഹനം കൈവിട്ടു പോകുന്നുവെന്ന ഘട്ടത്തിൽ ഹാൻഡ് ബ്രേക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ ഡ്രൈവർമാർക്ക് കഴിയണം. വേഗത കുറയ്ക്കാനും അപകടത്തിന്റെ ആഘാതം ലഘൂകരിക്കാനും ഇതിലൂടെ സാധിക്കും. വാൽപ്പാറയിലെ അപകടത്തിൽപ്പെട്ട ട്രാവലർ ഓടിച്ചിരുന്നത് ചുരം ഡ്രൈവിംഗിൽ വേണ്ടത്ര പരിചയമില്ലാത്ത 22കാരനാണെന്ന റിപ്പോർട്ടുകൾ ഈ സാഹചര്യത്തിൽ ഗൗരവകരമാണ്. മുൻപുണ്ടായ പ്രധാന അപകടങ്ങൾ: 2012 നവംബർ 24-ന് 2ാമത്തെ ഹെയർപിൻ വളവിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 7 മരണം. 2025 മെയ് 18 31ാം വളവിൽ ബസ് മറിഞ്ഞ് 40 പേർക്ക് പരിക്ക്. 2016 മെയ് 22ാം വളവിൽ ടൂറിസ്റ്റ് വാഹനം മറിഞ്ഞു. വാൽപ്പാറ യാത്രയിൽ 5 സെക്കൻഡ് നേരത്തെ ശ്രദ്ധക്കുറവോ പരിചയക്കുറവോ മതിയാകും ഒരു ആയുഷ്കാലം മുഴുവൻ നീറുന്ന വേദനയാകാൻ. ചെറിയ ഗിയറിൽ എഞ്ചിൻ ബ്രേക്കിങ്ങിനെ ആശ്രയിച്ച് സംയമനത്തോടുള്ള ഡ്രൈവിംഗ് മാത്രമാണ് ഇത്തരം ചുരം പാതകളിൽ ജീവൻ രക്ഷിക്കാനുള്ള ഏക മാർഗം.